ओम शांति शांति। ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चल कर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ഓം ശാന്തി. ഈ സൃഷ്ടി എന്നത് പരിധിയില്ലാത്ത ഒരു രംഗവേദിയാണ്. ഇവിടെ വ്യത്യസ്തമായ പാട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ആത്മാക്കളും. ഓരോ യുഗത്തിലൂടെ സഞ്ചരിച്ച് അവസാനം സംഗമയുഗത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ രംഗവേദിയുടെ ക്രിയേറ്ററും ഡയറക്ടറും ഒക്കെ ആയ ബാബ വന്നിട്ട് നമ്മളെ ഈ ഭക്തിയിൽ നിന്ന് മോചിപ്പിച്ച് ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ബാബ ഇന്ന് മുരളിയിൽ പറയുന്നുണ്ട്, അതായത് ഭക്തിയെ എന്ത് വിളിക്കുന്നു? അതായത് സീത എന്ന് വിളിക്കുന്നു. അതുപോലെ ഭഗവാനെ രാമൻ എന്ന് വിളിക്കുന്നുവെന്ന്. പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ക്രിയേറ്ററായിട്ടുള്ള ഭഗവാൻ നൽകുന്ന ജ്ഞാനത്തെ ശരിയായ രീതിയിൽ ധാരണ ചെയ്യുക. അതുപോലെ അവർ നൽകുന്ന ശ്രീമതം അനുസരിച്ച് നടക്കുക എന്നത്. അപ്പോൾ ആ ഭഗവാന്റെ പഠിപ്പിനെ നമ്മൾ ശരിയായ ആദരവ് നമ്മൾ നൽകണം. അതുപോലെ തന്നെ ആ ഭഗവാനും നമ്മൾ നല്ല രീതിയിൽ ആദരവ് കൊടുക്കണം. മുരളി ശ്രദ്ധിക്കാം. ഡേറ്റ് 20/9/2025. मीठे बच्चे, बाप आए हैं तुम पुराने भक्तों को भक्ति का फल देने। भक्ति का फल है ज्ञान, जिससे ही तुम्हारी सद्गति होती है. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ്.
നിങ്ങൾ പഴയ ഭക്തർക്ക് ഭക്തിയുടെ ഫലം നൽകാൻ വേണ്ടി. ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾ പഴയ ഭക്തർക്ക് ഭക്തിയുടെ ഫലം നൽകാൻ വേണ്ടി. ഭക്തിയുടെ ഫലമാണ് ജ്ഞാനം. ഇതിലൂടെ നിങ്ങളുടെ സദ്ഗതി ഉണ്ടാകുന്നു. ഇതിലൂടെ നിങ്ങളുടെ സദ്ഗതി ഉണ്ടാകുന്നു. प्रश्न, कई बच्चे चलते चलते तकदीर को आपे ही शूट करते हैं, कैसे? പല കുട്ടികളും മുന്നോട്ട് പോകവേ ഭാഗ്യത്തെ സ്വയം തന്നെ ഇല്ലാതെയാക്കുന്നു. എങ്ങനെ? പല കുട്ടികളും മുന്നോട്ട് പോകവേ ഭാഗ്യത്തെ സ്വയം തന്നെ ഇല്ലാതെയാക്കുന്നു. എങ്ങനെ? उत्तर, अगर बाप का बनकर सर्विस नहीं करते, अपने पर और दूसरों पर रहम नहीं करते, तो वह अपनी तकदीर को शूट करते हैं. ഒരു പക്ഷേ ബാബയുടേതായതിനു ശേഷം സേവനം ചെയ്യുന്നില്ല. ഒരു പക്ഷേ ബാബയുടേതായതിനു ശേഷം സേവനം ചെയ്യുന്നില്ല. സ്വയമിൻ്റെ മുകളിലും മറ്റുള്ളവരുടെ മുകളിലും ദയ കാണിക്കുന്നില്ല. സ്വയമിൻ്റെ മുകളിൽ അതോടൊപ്പം മറ്റുള്ളവരുടെ മുകളിൽ ദയ കാണിക്കുന്നില്ല. അവർ സ്വയമിൻ്റെ ഭാഗ്യത്തെ ഇല്ലാതെയാക്കുന്നു. അവർ സ്വയമിൻ്റെ ഭാഗ്യത്തെ ഇല്ലാതെയാക്കുന്നു. അർത്ഥമാണ് പദവി ഭ്രഷ്ടമാകുന്നു. അവർ സ്വയമിൻ്റെ ഭാഗ്യത്തെ ഇല്ലാതെയാക്കുന്നു. അർത്ഥമാണ് പദവി ഭ്രഷ്ടമാകുന്നു. अच्छी रीति പഠേ യോഗമേ രഹേ തോ പദ് ഭി അച്ഛാ മിലേ. നല്ല രീതിയിൽ പഠിക്കുകയും യോഗത്തിലിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പദവി കൂടി നല്ലതായിട്ട് ലഭിക്കും. നല്ല രീതിയിൽ പഠിക്കുകയും യോഗത്തിലിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പദവി കൂടി നല്ല രീതിയിൽ ലഭിക്കും. सर्विसेबल बच्चों को तो सर्विस का बहुत शौक होना चाहिए. സേവനസന്നദ്ധരായ കുട്ടികൾക്ക് സേവനത്തിൽ വളരെയധികം താല്പര്യമുണ്ടായിരിക്കണം. സേവനസന്നദ്ധരായ കുട്ടികൾക്ക് സേവനത്തിൽ വളരെയധികം താല്പര്യമുണ്ടായിരിക്കണം. ബാബയുടേതായതിനു ശേഷം ഒരു പക്ഷേ സേവനം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സ്വയമിൻ്റെ മുകളിലും മറ്റുള്ളവരുടെ മുകളിലും ദയ കാണിക്കുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളുടെ ഭാഗ്യം സ്വയം ആ കുട്ടികൾ തന്നെ തൻ്റെ ഭാഗ്യത്തെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഗീത് കോൻ ആയ സവേരെ സവേരെ. ആരാണ് അതിരാവിലെ വന്നിരിക്കുന്നത്? ഓം ശാന്തി. रूहानी बच्चे समझते हैं हम आत्मा है ना कि शरीर. ആത്മീയ കുട്ടികൾ മനസ്സിലാക്കുന്നു, അതായത് ഞങ്ങൾ ആത്മാക്കളാണ്, ശരീരമല്ല എന്ന്. और यह ज्ञान अभी ही मिलता है परमपिता परमात्मा से. ഈ ജ്ഞാനം കൂടി ഇപ്പോഴാണ് ലഭിക്കുന്നത്. ആരിൽ നിന്ന്? പരംപിതാവായ പരമാത്മാവിൽ നിന്ന്. बाप कहते हैं जबकि मैं आया हूँ तो तुम अपने को आत्मा निश्चय करो. आत्मा ही शरीर में प्रवेश करती है. ബാബ പറയുകയാണ്, എപ്പോഴാണ് ഞാൻ വരുന്നത് അപ്പോൾ നിങ്ങൾ സ്വയമിനെ ആത്മാവാണെന്നുള്ള നിശ്ചയത്തിൽ ഉറപ്പിക്കൂ. ആത്മാവാണ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഏക് ശരീർ ചോട് ദൂസറാ ലേത്തി രഹത്തി ഹെ. ആത്മാ നിഹി ബദൽത്തി ശരീർ ബദൽത്താ ഹെ. ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം എടുക്കുന്നു. ആത്മാവ് ഒരിക്കലും മാറുന്നില്ല, മറിച്ച് ശരീരമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ആത്മാ തോ അവിനാശി ഹെ तो अपने को आत्मा समझना है. ആത്മാവ് എന്താകുന്നു? വിനാശിയല്ല, മറിച്ച് അവിനാശിയാകുന്നു. അതുകൊണ്ട് സ്വയമിനെ ആത്മാവാണെന്ന് മനസ്സിലാക്കണം. യഹ് ജ്ഞാൻ കഭി കോയി ദേ ന സകെ.
ബാബ് ആയേ ഹേ ബച്ചോം കി പുകാർ പർ. ഈ ജ്ഞാനം എന്നത് മറ്റാർക്കും തന്നെ നൽകാൻ സാധ്യമല്ല. ബാബ വന്നിരിക്കുന്നത് തന്നെ എന്തിനാണ്, എങ്ങനെ, എപ്പോഴാണ്? അതായത് കുട്ടികളെ വിളിച്ചപ്പോഴാണ് ബാബ വന്നിരിക്കുന്നത്. യഹ് ബി കിസ്കോ പത്താ नहीं है कि यह पुरुषोत्तम संगम युग है. बाप आकर समझ जाते हैं मेरा आना होता है कल्प के पुरुषोत्तम संगम युग पर, जबकि सारा विश्व पुरुषोत्तम बनता है. ഇതാരും അറിയുന്നില്ല. അതായത് ഇത് ഈ യുഗം എന്നത് വിശേഷിച്ചും പുരുഷോത്തമ സംഗമയുഗമാണെന്ന് ആരും അറിയുന്നില്ല. ബാബ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതായത് ഞാൻ വരുന്നത് തന്നെ ഈ ഓരോ കൽപ്പത്തിലെയും പുരുഷോത്തമ സംഗമയുഗത്തിലാണ്, എപ്പോഴാണ് മുഴുവൻ വിശ്വവും പുരുഷോത്തമരായി മാറുന്നത്. യസ് സമയ തോ സാരാ വിശ്വ കനിഷ്ഠ പതിഥ. ഈ സമയത്തിൻ്റെ അവസ്ഥ എന്നത് മുഴുവൻ വിശ്വവും കനിഷ്ഠമാണ്, പതിതമാണ്. ഉസ്കോ കഹാ ജാത്താ ഹേ അമർപുരി, യഹ് ഹേ മൃത്യുലോകം. അതിനെ പറയുന്നു അമരപുരി എന്ന്. ഇത് മൃത്യുലോകമാകുന്നു. मृत्युलोक में आसुरी गुण वाले मनुष्य होते हैं, अमर लोक में देवी गुण वाले मनुष्य है, इसलिए उनको देवता कहा जाता है. ഈ മൃത്യുലോകത്തിൽ ആസുരീയ ഗുണങ്ങൾ നിറഞ്ഞ മനുഷ്യരാണുള്ളത്. നേരെ മറിച്ച് അമരലോകത്തിലോ ദേവീ ഗുണങ്ങൾ നിറഞ്ഞ ദേവതകളും. ആ മനുഷ്യരെയാണ് ദേവതകളെന്ന് പറയുന്നത്. यहाँ भी अच्छे स्वभाव वाले को कहा जाता है, यह तो जैसे देवता है. ഇവിടെയും കൂടി നല്ല സ്വഭാവത്തിലുള്ള ആൾക്കാരെ നമ്മൾ പറയും ഇവർ ദേവതകളെ പോലെയാണെന്ന് പറയാറുണ്ട്. कोई दैवी गुण वाले होते हैं, इस समय सब है आसुरी गुण वाले मनुष्य. 5 विकारों में फंसे हुए हैं, तब गाते हैं इस दुख से आकर लिबरेट करो. ചിലരുണ്ട് ദൈവീ ഗുണങ്ങൾ നിറഞ്ഞവർ. ഈ സമയത്തിൽ എല്ലാവരും ആരാണ്? ആസുരീയ ഗുണങ്ങൾ നിറഞ്ഞ മനുഷ്യരാണ്. 5 വികാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, കുട്ടികൾ വിളിക്കുന്നത്, അതായത് ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുമെന്ന്. कोई एक सीता को नहीं छुड़ाया, बाबा ने समझाया है भक्ति को सीता कहा जाता, भगवान को राम कहा जाता. ഒരു സീതയെ മാത്രമല്ല ബാബ വന്നിട്ട് മോചിപ്പിച്ചത്. ബാബ മനസ്സിലാക്കി തരികയാണ് ഭക്തിയെ സീതയെന്ന് വിളിക്കുന്നു, ഭഗവാനെ രാമൻ എന്നും വിളിക്കുന്നു. जो भक्तों को फल देने आता है, इस बेहद के रावण राज्य में सारी दुनिया फंसी हुई है. ആരാണോ ഭക്തർക്ക് ഭക്തിയുടെ ഫലം നൽകാൻ വേണ്ടി ഈ ലോകത്തിൽ അവതരിച്ചത്, ഈ പരിധിയില്ലാത്ത രാവണ രാജ്യത്തിൽ മുഴുവൻ ലോകവും കുടുങ്ങിക്കിടക്കുകയാണ്. ഉനോം കോ ലിബറേറ്റ് കർ രാമരാജ്യമേ ലേ ജാത്തേ ഹെ. അവരെല്ലാം മോചിപ്പിച്ച് രാമരാജ്യത്തിലേക്ക് ബാബൻ കൊണ്ടുപോവുകയാണ്. രഘുപതി രാഘവ് രാജാറാം കി ബാത് നഹി, വഹ് തോ ത്രേതാ കെ രാജാ ഥേ. രഘുപതി രാഘവ രാമൻ്റെ കാര്യമല്ല, അവരാരാണ്? ത്രേതായുഗത്തിലെ രാജാവ്. अभी तो सभी आत्माएं तमो प्रधान जर्जरीभूत अवस्था में है, सीढ़ी उतरते उतरते नीचे आ गए हैं. ഇപ്പോൾ മുഴുവൻ ആത്മാക്കളും എവിടെയാണുള്ളത്? തമോ പ്രധാന ജീർണിച്ച അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഈ ഏണിപ്പടി ഇറങ്ങി ഇറങ്ങി താഴെ വന്നിരിക്കുകയാണ്. പൂജ്യ സെ പൂജാരി ബൻ ഗയേ ഹേ, ദേവതായും കിസ്കി പൂജ നഹി കർത്തെ. പൂജ്യരിൽ നിന്ന് നമ്മൾ പൂജാരിയായി മാറിയിരിക്കുകയാണ്. ദേവതകൾ ആരുടെയും പൂജ ചെയ്യുന്നില്ല. വഹ് തോ ഹേ പൂജ്യ, അവരാരാകുന്നു? പൂജ്യരാകുന്നു. ഫിർ ജബ് വഹ് ജബ് വൈശ്യ ശൂദ്ര ബനത്തെ ഹേ തോ പൂജ ശുരു ഹോത്തി ഹേ, വാം മാർഗ് മേ ആനെ സെ പൂജാരി ബനത്തെ ഹേ. എപ്പോഴാണോ വൈശ്യര് ശൂദ്രരാകുന്നത് അപ്പോൾ പൂജയുണ്ടാകുന്നു. വാമമാർഗത്തിലേക്ക് വരുന്നതിൽ നിന്നും പൂജാരികളായി മാറുന്നു. पुजारी देवताओं के चित्रों के आगे नमन करते हैं, इस समय कोई एक भी पूज्य नहीं हो सकता. പൂജാരികൾ എന്ത് ചെയ്യുന്നു? ദേവതകളുടെ ചിത്രങ്ങളുടെ മുന്നിൽ പോയിട്ട് നമിക്കുന്നു. ഈ സമയത്ത് ഒരാൾ പോലും പൂജ്യർ ആകുന്നില്ല. ഊഞ്ചത്തെ ഊഞ്ച് ഭഗവാൻ പൂജ്യ ഫിർ ഹേ സത്യുഗി ദേവതായും പൂജ്യ. ഉയർന്നതിലും വെച്ച് ഉയർന്ന ഭഗവാനാണ് പൂജ്യർ, പിന്നീട് സത്യുഗി ദേവതകൾ പൂജ്യരാകുന്നു. इस समय तो सब पुजारी है, पहले पहले शिव की पूजा होती है, वह है അവ്യഭിചാരി പൂജ. ഈ സമയത്ത് എല്ലാവരും പൂജാരികളാണ്. ആദ്യം ശിവൻ്റെ പൂജയുണ്ടായിരുന്നു, അതാണ് അവ്യഭിചാരിയായിട്ടുള്ള പൂജ. वह सतो प्रधान फिर देवताओं से भी उतर कर जल की, मनुष्यों की, पक्षियों आदि की पूजा करने लग पड़ते.
അവർ സതോ പ്രധാനരായിരുന്നു. പിന്നീട് സതോ ദേവതകളിൽ നിന്നും താഴോട്ട് വന്ന് പിന്നീട് ജലത്തിൻ്റെയും അതുപോലെ മനുഷ്യരുടെയും ഒക്കെ പക്ഷികളുടെയൊക്കെ പൂജ ചെയ്യാൻ തുടങ്ങി. ദിൻ പ്രതിദിൻ അനേകോം കി പൂജ ഹോനെ ലഗ്തി ഹെ. ഓരോ ദിവസം കഴിയുമ്പോഴും ഈ പൂജ കൂടിക്കൂടി വരുന്നു, അതായത് അനേകരുടെ പൂജയാണ് ഉണ്ടാകുന്നത്. आजकल रिलीजियस कॉन्फ्रेंस भी बहुत होती रहती है. कभी आदि सनातन धर्म वालों की, कभी जैनियों की, कभी आर्य समाजियों की. ഇന്നത്തെ കാലത്ത് ധാരാളം ധാർമ്മിക സമ്മേളനങ്ങൾ ഉണ്ടാകുന്നു. ചില സമ്മേളനത്തിൽ ആദി സനാതന ദേവീ ധർമ്മത്തിലുള്ളവരുടെ സമ്മേളനങ്ങളായിരിക്കും, ചിലവർ ജൈനമതത്തിലുള്ളവരുടെ സമ്മേളനങ്ങൾ, ചിലപ്പോൾ ആര്യ സമാജത്തിലുള്ളവരുടെ സമ്മേളനങ്ങൾ നടന്നു വരുന്നു. बहुतों को बुलाते हैं क्योंकि हर एक अपने धर्म को तो ऊंचा समझते हैं. ഈ ധാർമ്മിക സമ്മേളനങ്ങൾ ഉണ്ടാകുമ്പോൾ ധാരാളം ആളുകളെ വിളിക്കുന്നു, കാരണം ഓരോരുത്തരും തൻ്റെ ധർമ്മത്തെ ഉയർന്നതാണെന്ന് മാനിക്കുന്നു. हर एक धर्म में कोई न कोई विशेष गुण होने कारण वह अपने को बड़ा समझते हैं. ഓരോ ധർമ്മത്തിലും ഏതെങ്കിലും പ്രകാരത്തിലുള്ള വിശേഷ ഗുണമുണ്ടായിരിക്കും, അതുകൊണ്ടാണ് അവർ തൻ്റെ ധർമ്മത്തെ ഉയർന്നതായിട്ട് കണക്കാക്കുന്നത്. जैनियों में भी किस्म किस्म के होते हैं. 5-7 വെറൈറ്റി होगी. ജൈനമതത്തിലും പല വിധത്തിലുള്ള 5-7 വെറൈറ്റിയിലുള്ള ഇതുണ്ടാകും. उनमें फिर कोई नंगे भी रहते हैं, नंगे बनने का अर्थ नहीं समझते हैं. അതിൽ തന്നെ ചിലരെന്ത് ചെയ്യുന്നു, നഗ്നരായിട്ട് കഴിയുന്നു, പക്ഷേ നഗ്നത എന്നുള്ളതിൻ്റെ അർത്ഥം കൂടി അവർ മനസ്സിലാക്കുന്നില്ല. ഭഗവാൻ വാച്ചേ നംഗേ അർത്ഥാത് അശരീരി ആയേ ഥേ ഫിർ അശരീരി ബൻകർ ജാനാ ഹെ. ഭഗവാന്റെ മഹാവാക്യമാണ്, അതായത് നഗ്നർ എന്നതിൻ്റെ അർത്ഥം ഇതാണ്, അതായത് നമ്മൾ നഗ്നരായിട്ട് അശരീരി ആയിട്ടാണ് വന്നത്, അതേപോലെ തന്നെ നമ്മൾ അശരീരി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. അതായത് സ്ഥൂല രൂപത്തിലാണ് ഇപ്പോൾ അതിനെ കാണിക്കുന്നത്, പക്ഷേ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥമാണ് അതിനുള്ളത്. വഹ് ഫിർ കപ്പടെ ഉതാർക്കർ നംഗേ ബൻ ജാത്തേ ഹെ. പിന്നീട് അവരെന്ത് ചെയ്യുന്നു, വസ്ത്രമൊക്കെ ഇല്ലാതെ ഉപേക്ഷിച്ചിട്ട് അവർ നഗ്നരായിട്ട് കഴിയുന്നു. ഭഗവാൻ വാച്ച് കെ അർത്ഥ കോ നഹി സമജ്തേ ഹെ. बाप कहते हैं तुम आत्माएं यहाँ यह शरीर धारण कर पाठ बचाने आए हो, फिर वापस जाना है. इन बातों को तुम बच्चे समझते हो. ഭഗവാന്റെ മഹാവാക്യമാണ്, അതിൻ്റെ അർത്ഥം ആർക്കും തന്നെ മനസ്സിലാക്കുന്നില്ല, ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. ബാബ പറയുകയാണ്, അതായത് നിങ്ങൾ ആത്മാക്കൾ ഈ ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി വീണ്ടും നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊന്നും തന്നെ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. ആത്മാ ഹി പാട്ട് ബജാനെ ആത്തി ഹെ, ജാഡ് വൃത്തിക്കോ പാത്താ രഹത്താ ഹെ. ആത്മാക്കൾ തന്നെയാണ് പാട്ട് അഭിനയിക്കാൻ വേണ്ടി വരുന്നത്. ഈ വൃക്ഷം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നയേ നയേ കിസ്ം കെ ധർമ്മ ഇമേജ് ഹോത്തെ രഹത്തെ ഹെ, ഇസ്ലിയേ ഇൻകോ വെറൈറ്റി നാടക് കഹാ ജാത്താ ഹെ. പുതിയ തരത്തിലുള്ള ധർമ്മങ്ങൾ, ഓരോ രീതിയിലുള്ള പ്രകാരത്തിലുള്ള ധർമ്മങ്ങൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ ഇതിനെ വെറൈറ്റി നാടകം എന്ന് പറയുന്നു. വിരാട രൂപത്തിലുള്ള ഒരു നാടകമാണ്, വെറൈറ്റി നാടകമാണെന്ന് പറയുന്നു. വെറൈറ്റി ധർമ്മം ക ചാട് ഹെ. ഇവിടെ ഈ വൃക്ഷത്തിൽ വെറൈറ്റി ധർമ്മങ്ങളുണ്ട്, വെറൈറ്റി ധർമ്മങ്ങൾ നിറഞ്ഞ ഒരു വൃക്ഷമാണ് ഇത്. ഹറേക്കോ അപ്നെ ബ്രാഞ്ചസ് നിക്കൽത്തി ഹെ, മുഹമ്മദ് തോ ബാദ് മേം ആയേ ഹെ. ഓരോന്നിനും എന്താണ്, അതിൻ്റേതായ ശാഖകൾ ഉണ്ടാകുന്നു. മുഹമ്മദും കൂടി പിന്നീടാണ് വന്നത്. പെഹ്ലെ ഹെ ഇസ്ലാമി, ആദ്യം ഇസ്ലാം ധർമ്മം. മുസൽമാനോं की संख्या बहुत है, अफ्रीका में कितने साहूकार है, सोने हीरों की खानियाँ है. മുസ്ലിം സഹോദരൻ്റെ സംഖ്യ തന്നെ വളരെ കൂടുതലാണ്. ആഫ്രിക്കയിൽ എത്ര ധനികരാണുള്ളത്, സ്വർണം, വജ്രം തുടങ്ങിയ ഖനികളുണ്ട്. ജഹാം ബഹോത് ധൻ ദിഖ്തേ ഹെ തോ ഉസ് പർ ചടായി കർ ധൻവാൻ ബൻതേ ഹെ. എവിടെയാണ് ധാരാളം ധനം കാണുന്നത്, അതിനെ കീഴടക്കി ധനവാനായിട്ട് മാറുകയാണ്. ക്രിസ്ത്യൻ ലോഗ് ഭി കിത്തനെ ധൻവാൻ ബനെ ഹെ, ഭാരത് മേം ഭി ധൻ ഹെ പരന്തു ഗുപ്ത. ക്രിസ്ത്യാനികൾ കൂടി എത്ര ധനവാന്മാരായിരിക്കുന്നു, ഭാരതത്തിലും കൂടി ധനമുണ്ട്, പക്ഷേ അതെല്ലാം ഗുപ്തമാണ്. സോന ആദി കിത്തന പകട്ടെ രഹത്തെ ഹെ, എത്രമാത്രം സ്വർണമൊക്കെയാണ് പിടിച്ചടക്കുന്നത്. अब दिगंबर जैन सभा वाले कॉन्फ्रेंस आदि करते रहते हैं क्योंकि हर एक अपने को बड़ा समझते हैं ना. ഇപ്പോൾ ദിഗംബര ജൈനമതത്തിലുള്ള ജൈനർ എന്ത് ചെയ്യുന്നു, ധാരാളം കോൺഫറൻസ് സമ്മേളനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, കാരണം സ്വയമിനെ അവർ വലുതാണെന്നാണ് കരുതുന്നത്. യഹ് ഇത്തനെ ധർമ്മ സ പഠ്തേ രഹത്തെ കഭി വിനാശ് ഭി ഹോനാ ഹെ കുച്ച് ഭി സമജ്തേ നഹി. ധാരാളം ധർമ്മങ്ങൾ
ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ധർമ്മങ്ങളുടെ എല്ലാം ആകണമെന്നുള്ളത് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. സബ് ധർമ്മോ മേം ഊഞ്ച് തോ തുമാരാ ബ്രാഹ്മൺ ധർമ്മ ഹി ഹെ. എല്ലാ ധർമ്മങ്ങളിലേക്കാളും ഉയർന്നതേതാണ്? നിങ്ങളുടെ ബ്രാഹ്മണ ധർമ്മമാണ്. ജിസ്കാ കിസ്കോ പത്താ നഹി. ഇതിൻ്റെ കാര്യം ആരും തന്നെ അറിയുന്നില്ല. ധാരാളം ധാർമ്മിക സമ്മേളനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏറ്റവും ഉയർന്ന ധർമ്മം ഏതാണെന്ന്, അതായത് നിങ്ങളുടെ ബ്രാഹ്മണ ധർമ്മമാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. കലിയുഗി ബ്രാഹ്മൺ ഭി ബഹോത് ഹെ പരന്തു വഹ് ഹെ കുഖ് വംശാവലി ബ്രാഹ്മൺ. കലിയുഗി ബ്രാഹ്മണർ അനേകമുണ്ട്, പക്ഷേ അതെല്ലാം ബാബ പറയുകയാണ് കുഖവംശാവലി ബ്രാഹ്മണരാണ്. प्रजापिता ब्रह्मा के मुखवंशावली ब्राह्मण वह तो सब भाई बहन होने चाहिए. പ്രജാപിതാ ബ്രഹ്മാവിൻ്റെ മുഖവംശാവലി ബ്രാഹ്മണർ പരസ്പരം ആരായിരിക്കണം? സഹോദരന്മാരായിരിക്കണം. अगर वह अपने को ब्रह्मा की औलाद कहलाते हैं तो भाई बहन ही ठहरे, फिर शादी भी कर न सके. ഒരു പക്ഷെ അവർ സ്വയമിനെ ബ്രഹ്മാവിൻ്റെ സന്താനമെന്ന് കരുതുകയാണെങ്കിൽ അവർ ആരായിരിക്കും? സഹോദരന്മാരായിരിക്കും. അവർക്കൊരിക്കലും വിവാഹം ചെയ്യാൻ സാധിക്കില്ല. സിദ്ധ ഹോത്താ ഹെ വഹ് ബ്രാഹ്മൺ ബ്രഹ്മാ കെ മുഖവംശാവലി നെഹി ഹെ, സിർഫ് നാം രഖ് ദേത്തെ ഹെ. ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. അതായത് തിരിച്ച് സംഭവിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണ് അവർ ബ്രാഹ്മണ മുഖവംശാവലികൾ അല്ല എന്ന്. അതിലൂടെ കേവലം പേര് മാത്രമാണ് വയ്ക്കുന്നത്. വാസ്തവമേം ദേവതാവും സെ ഭി ഊഞ്ച് ബ്രാഹ്മണോം കോ കഹേങ്കെ. വാസ്തവത്തിൽ ദേവതകളെക്കാളും ഉയർന്നത് എന്ന് ബ്രാഹ്മണരെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ചോട്ടി ഹേന, കുടുമ കാണിച്ചിരിക്കുന്നു. യഹ് ബ്രാഹ്മൺ ഹി മനുഷ്യോം കോ ദേവത ബനാത്തെ ഹെ. ഈ ബ്രാഹ്മണരെ തന്നെയാണ് മനുഷ്യരെ ദേവതകളാക്കി തീർക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ബ്രാഹ്മണരാണ് ദേവതകളെക്കാൾ ഉയർന്നവരെന്ന്. പഠാനെ വാലാ ഹെ പരംപിത പരമാത്മ, സ്വയം ജ്ഞാൻ കാ സാഗർ. പഠിപ്പിച്ചു തരുന്നത് ആരാണ്? പരംപിതാവായ പരമാത്മാവാണ്, ജ്ഞാനത്തിൻ്റെ സാഗരമാകുന്നു. യഹ് കിസ്കോ ഭി പതാ നഹി ഹെ, ബാപ് കെ പാസ് ആകർ ബ്രാഹ്മൺ ബൻകർ ഫിർ ഭി കൽ ശൂദ്ര ബൻ പട്തേ ഹെ. ഇത് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. ആയതിനു ശേഷം, ബാബയുടെ അടുത്ത് എത്തിയതിന് ശേഷം, ബ്രാഹ്മണരായതിനു ശേഷം പിന്നീട് നാളെ എന്താകുന്നു? അവർ ശൂദ്രരായി മാറുകയാണ് ചെയ്യുന്നത്. പുരാനെ സംസ്കാർ പലട്നെ മേം ബഡി മെഹനത്ത് ലഗ്തി ഹെ. പഴയ സംസ്കാരത്തെ പരിവർത്തനപ്പെടുത്താൻ വേണ്ടി വളരെയധികം പരിശ്രമം ആവശ്യമാണ്. കാരണം ആ സംസ്കാരം അത്രയും നമ്മുടെ ഉള്ളിൽ പിടിച്ചു പോയിരിക്കുകയാണ്. അപ്നെ കോ ആത്മാനിശ്ചയ കർ ബാപ് സെ വർസാ ലേനാ ഹെ, റുഹാനി ബാപ് സെ റുഹാനി ബച്ചെ ഹി വർസേ ലെങ്കെ. ബാബയിൽ നിന്ന് സ്വയമിനെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയിൽ നിന്ന് സ്വത്തെടുക്കണം. പക്ഷെ ആത്മീയ അച്ഛനിൽ നിന്നാണ് ആത്മീയ കുട്ടികൾ സ്വത്തെടുക്കുന്നത്. ബാപ് കോ യാദ് കർനെ മേ ഹി മായാ വിഘ്ന ഡാൽത്തി ഹെ, ബാപ് കഹത്തെ ഹെ ഹത്കാരുടെ ദിൽ യാരുടെ. ബാബയെ ഓർമ്മിക്കുന്നതിൽ മായ എന്ത് ചെയ്യുന്നു? വിഘ്നം ഉണ്ടാക്കുന്നു. കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്തെങ്കിലും എന്തായിരിക്കണം? നമ്മുടെ ബുദ്ധി ഭഗവാനായ ശിവബാബയുടെ നേരെ ആയിരിക്കണം. യഹെ ബഹോത് സഹജ്. ഇത് വളരെ എളുപ്പമേറിയ ഒരു കാര്യമാണ്. ജൈസെ ആഷിക് മാഷുക് ഹോത്തെ ഹെ ജോ ഏക് ദോ കോ ദേഖ്നെ ബിഗർ രഹ ന സകെ, ബാബ തോ മാഷുക് ഹി ഹെ. ഏത് തരത്തിൽ? പ്രിയതമനുണ്ടാകും. അവർ പരസ്പരം കാണാതെ അവർക്കൊരു നിമിഷം പോലും ഇരിക്കാൻ സാധ്യമല്ല. ബാബയാരാണ്? പ്രിയതമനാകുന്നു. ആഷിക് സബ് ബച്ചേ ഹെ ജോ ബാപ് കോ യാദ് കർത്തേ രഹത്തെ ഹെ. പ്രിയതമകൾ ആരാണ്? കുട്ടികളാണ്. അവർ ഒരേ ഒരു ഭഗവാനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. एक बाप ही है जो कभी किसी पर आशिक नहीं होता है, क्योंकि उनसे ऊंच तो कोई है नहीं. ഒരേയൊരു ബാബയ്ക്ക് മാത്രമേ മറ്റാരിലും ആകർഷണം പോകാതെ ഇരിക്കുന്നുള്ളൂ. കാരണം എന്താണ്? ബാബയാണ് എല്ലാറ്റിലും വെച്ച് ഉയർന്നത്. बाकी हाँ बच्चों की महिमा करते हैं, तुम भक्तिमार्ग से लेकर मुझ माशूक के सब आशिक हो. കുട്ടികളുടെ മഹിമ ചെയ്യുന്നുണ്ട് ബാബ. നിങ്ങൾ ഭക്തിമാർഗം മുതൽ എന്ത് ചെയ്യുന്നു? ഞാനാകുന്ന പ്രിയതമൻ്റെ പ്രിയതമകളായിരിക്കുകയാണ്. ബുലാത്തെ ഭി ഹോ कि आकर दुख से लिबरेट कर पावन बनावो, तुम सब हो ब्राइड्स मैं हूँ ब्राइड ग्रो. ഇങ്ങനെ വിളിക്കുന്നു. അതായത് ദുഃഖത്തിൽ നിന്ന് ഒഴിവാക്കി ഞങ്ങളെ മോചിപ്പിക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. പാവനരാക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു.
നിങ്ങളെല്ലാവരും ആരാണ്? വധുക്കളാണ്, ഞാനാണ് വരൻ. തും സബ് ആസുരി ജയിൽ മേം ഫസേ ഹുവേ ഹോ മേ ആക്കർ ചുടാത്താ ഹും. നിങ്ങളെല്ലാവരും ആസുരീയ ജയിലിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ഞാൻ വന്ന് നിങ്ങളെ ആ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. യഹാ മെഹനത് ബഹുത് ഹെ, ക്രിമിനൽ ആയി ധോക്കാ ദേത്തി ഹെ, സിവിൽ ആയി ബന്നെ മേ മെഹനത് ലഗ്തി ഹെ. ഇവിടെ പരിശ്രമം വളരെ അധികമുണ്ട്. അതായത് ഈ വികാരി ദൃഷ്ടിയാണ് നമ്മളെ ചതിക്കുന്നത്. പരിശ്രമം വരുന്നത് എന്തിനാണ്? നിർവികാരി ദൃഷ്ടിയിലേക്ക് പരിവർത്തനമാകാൻ വേണ്ടിയിട്ട്. देवताओं के कितने अच्छे कैरेक्टर्स है, अब ऐसा देवता बनाने वाला जरूर चाहिए ना. ദേവതകൾക്ക് ബാബ പറയുകയാണ് എത്ര നല്ല സ്വഭാവ സംസ്കാരമാണുള്ളത്, അത്തരത്തിലുള്ള സംസ്കാരം സ്വഭാവമൊക്കെ ഉണ്ടാകുന്നവരാക്കാൻ, അതായത് ദേവതകളാക്കി മാറ്റുന്നവർ തീർച്ചയായിട്ടും ആകണം. कॉन्फ्रेंस में टॉपिक रखी है मानव जीवन में धर्म की आवश्यकता. സമ്മേളനങ്ങളിൽ ഇങ്ങനെ ഒരു ടോപ്പിക്ക് വെച്ചിരിക്കുന്നു, വിഷയം വെച്ചിരിക്കുന്നു, അതായത് മാനവ ജീവിതത്തിൽ ധർമ്മത്തിൻ്റെ ആവശ്യകത. ഡ്രാമക്കോ ന ജാനേ കാരൻ മുഞ്ചേ ഹുവേ. പക്ഷേ ഡ്രാമയെ അവർ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കാരണം അവർ സംശയത്തിലാഴ്ന്നു പോയിരിക്കുകയാണ്. തുമാരെ സിവായ് കോയി സംജാ ന സകെ. അതായത് ധർമ്മം, യഥാർത്ഥ ധർമ്മം ഏതാണെന്ന് നിങ്ങൾ കുട്ടികളെ കൂടാതെ മറ്റാർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധ്യമല്ല. क्रिश्चियन अथवा बौद्धि आदि को यह थोड़े ही मालूम है कि क्राइस्ट बुद्ध आदि फिर कब आएंगे. ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ബുദ്ധധർമ്മത്തിലുള്ളവർക്ക് ഇത് അറിയുന്നില്ല, അതായത് ക്രൈസ്റ്റ് എപ്പോഴാണ് വരുന്നത്, ബുദ്ധൻ എപ്പോഴാണ് ഈ സൃഷ്ടിയിൽ വരുന്നത് എന്ന്. തും ചട്ട് ഹിസാബ് കിതാബ് ബത്താ സക്തേ ഹോ. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ കണക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. तो समझाना चाहिए धर्म की तो आवश्यकता है ना. അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, അതായത് ധർമ്മത്തിൻ്റെ ആവശ്യകതയുണ്ട്. പെഹലെ പെഹലെ കോൺസാ ധർമ്മ ഥാ ഫിർ കോൺസേ ധർമ്മ ആയേ ഹെ. അതായത് ആദ്യം ഏത് ധർമ്മമായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നീട് ഏത് ധർമ്മങ്ങളാണ് വന്നു ചേർന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ധർമ്മത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. अपने धर्म वाले भी पूरा समझते नहीं है, योग नहीं लगाते. സ്വന്തം ധർമ്മത്തിലുള്ളവരും പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നില്ല, കാരണം അവർ യോഗം നല്ല രീതിയിൽ വയ്ക്കുന്നില്ല. योग बिगर ताकत नहीं आती, जौहर नहीं भरता. യോഗം കൂടാതെ ശക്തി ഉണ്ടാകുന്നില്ല, മൂർച്ച കൂടി അതിൽ ഉണ്ടാകുന്നില്ല. बाप को ही ऑलमाइटी अथॉरिटी कहा जाता है. तुम कितना ऑलमाइटी बनते हो, विश्व के मालिक बन जाते हो. ബാബയെ സർവശക്തിമാൻ എന്ന് പറയുന്നു. നിങ്ങൾ കൂടി അത്രയും ശക്തിവാനായി മാറുന്നു, ഓൾമൈറ്റിയായി മാറുന്നു, വിശ്വത്തിൻ്റെ അധികാരിയായിട്ട് മാറുന്നു. തുമാരെ രാജ്യക്കോ കോയി ചീൻ ന സകെ, ഉസ് സമയ ഓർ കോയി ഖണ്ഡ് ഹോത്തേ നഹി. ആ സമയത്ത് യാതൊരു ഖണ്ഡവുമില്ല, ഒരേ ഒരു ഭാരതഖണ്ഡം മാത്രമാണ്. നിങ്ങളുടെ രാജ്യത്തെ ആർക്കും തന്നെ തട്ടിയെടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. यह सृष्टि चक्र कैसे फिरता है, 5000 वर्ष का यह चक्र है, ബാക്കി സൃഷ്ടി ലംബി കിത്നി ഹെ. ഈ സൃഷ്ടി എങ്ങനെയാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? 5000 വർഷത്തിൻ്റെ ഒരു ചക്രമാണിത്. ഈ സൃഷ്ടി എത്ര വലുതാണ്. വഹ് ഥോഡെ ഹി മാപ്പ് കർ സക്തെ. അതിനെ ഭൂപടമാക്കാൻ സാധ്യമല്ല. ധർത്തി കാ കർക്കെ മാപ്പ് കർ സക്തെ ഹെ, സാഗർ കാ തോ കർ ന സകെ. ഈ ഭൂമിയെ ഒരു ഭൂപടമാക്കാൻ സാധിക്കും, പക്ഷേ ഈ സാഗരത്തെ ഒരിക്കലും ഒരു ഭൂപടമാക്കാൻ സാധിക്കുകയില്ല. ആകാശ് ഓർ സാഗർ കാ അന്ത് കോയി പാ ന സകെ. കാരണം ആകാശത്തിൻ്റെയും സാഗരത്തിൻ്റെയും ഒക്കെ അന്ത്യത്തെ ആർക്കും തന്നെ പ്രാപിക്കാൻ സാധ്യമല്ല. तो समझाना है धर्म की ആവശ്യകത ക്യോं है. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം, അതായത് ധർമ്മത്തിൻ്റെ ആവശ്യകത എന്തുകൊണ്ടാണുള്ളത് എന്ന്. സാരാ ചക്ര ബനാ ഹി ഹേ ധർമ്മോം പർ, यह है वैरायटी धर्मों का चार्ट, यह जाट है अंधों के आगे आईना. ഇപ്പോൾ ബാബ പറയുകയാണ്, മുഴുവൻ ചക്രവും ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഈ ധർമ്മത്തിൻ്റെ ആധാരത്തിലാണ്. ഇത് വെറൈറ്റി ധർമ്മങ്ങളുടെ ഒരു വൃക്ഷമാണ്, ഈ മുഴുവൻ ചക്രം എന്ന് പറയുന്നത്, സൃഷ്ടി എന്ന് പറയുന്നത്. ഈ വൃക്ഷം തന്നെ എന്താണ്? അന്ധന്മാരുടെ മുന്നിലൊരു കണ്ണാടിയാണ്. അതായത് അതിൻ്റെ മുഴുവൻ ജ്ഞാനവും ഈ വൃക്ഷത്തിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അന്ധന്മാരുടെ മുന്നിലൊരു കണ്ണാടിയാണ് ഈ വൃക്ഷം എന്ന് പറയുന്നത്. തും അഭി ബാഹർ സർവീസ് പർ നിക്ലേ ഹോ, ആഹിസ്തെ ആഹിസ്തെ തുമാരി വൃദ്ധി ഹോത്തി ജാത്തി ഹെ. നിങ്ങൾ പുറമേ ഒക്കെ പോയിട്ട് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, മെല്ലെ മെല്ലെ നിങ്ങളുടെ വൃദ്ധിയും കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കും.
तूफान लगने से बहुत पत्ते गिरते भी हैं ना, और धर्मों में तूफान लगने की बात नहीं रहती. കൊടുങ്കാറ്റ് വീശുന്നതിലൂടെ ധാരാളം ഇലകൾ കൊഴിഞ്ഞു വീഴുന്നു. മറ്റുള്ള ധർമ്മത്തിൽ എന്താണ്, കൊടുങ്കാറ്റ് വീശുന്ന കാര്യമേ വരുന്നില്ല. ഉൻകാ തോ ഊപ്പർ സെ ആനാ ഹി ഹേ, യഹാം തുമാരി സ്ഥാപന ബഡി വണ്ടർഫുൾ ഹേ. അവരെല്ലാം എന്താണ്, മുകളിൽ നിന്ന് വരുന്നു, ഇവിടെ നിങ്ങളുടെ സ്ഥാപന എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ്. पहले पहले वाले भगत जो है उनको ही आकर भगवान को फल देना है, अपने घर ले जाने का. ആദ്യം വരുന്ന ഭക്തർക്കാണ് ബാബ ഭഗവാൻ വന്നിട്ട് ഭക്തിയുടെ ഫലം നൽകുന്നത്, സ്വയമിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. बुलाते भी है हम आत्माओं को अपने घर ले जाओ, यह किसको पता नहीं है कि बाप स्वर्ग का भी राज्य ഭാഗ്യ ദേത്തേഹ്യം. ഇങ്ങനെ വിളിക്കുന്നു, അതായത് ഞങ്ങൾ ആത്മാക്കളെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന്. ഇതാരും തന്നെ അറിയുന്നില്ല, അതായത് ബാബയാണ് സ്വർഗത്തിൻ്റെ രാജ്യഭാഗ്യം നമുക്ക് നൽകുന്നത് എന്ന്. സന്യാസി ലോക് തോ സുഖോ മാനത്തെ ഹി നഹി, വോ ചാഹത്തെ ഹെ മോക്ഷു. സന്യാസി ധർമ്മത്തിലുള്ളവർ, സന്യാസികൾ എന്ത് ചെയ്യുന്നു, സുഖത്തെ മാനിക്കുന്നു കൂടിയില്ല. അവരിങ്ങനെ ആഗ്രഹിക്കുന്നു, അതായത് മോക്ഷം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. मोक्ष को वर्षा नहीं कहा जाता है, कुछ शिव बाबा को भी पाठ बजाना पड़ता है, तो फिर किसको मोक्ष में कैसे रख सकते. മോക്ഷത്തിനെ ഒരിക്കലും സ്വത്ത് എന്ന് പറയുകയില്ല. സ്വയം ശിവബാബയ്ക്ക് കൂടി എന്ത് ചെയ്യേണ്ടി വരുന്നു, പാട്ട് അഭിനയിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ആരെയും എന്താണ് മോക്ഷത്തിലേക്ക് എങ്ങനെയാണ് വയ്ക്കാൻ സാധിക്കുക. तुम ब्रह्मा कुमार कुमारियाँ अपने धर्म को और सबके धर्म को जानते हो. നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാർ സ്വയമിൻ്റെ ധർമ്മത്തെ പറ്റിയും അതോടൊപ്പം തന്നെ മറ്റുള്ള ധർമ്മത്തെ പറ്റിയും അറിയുന്നുണ്ട്. തുംകോ തരസ് പഠനാ ചാഹിയെ, ചക്ര കാ രാസ് സംജാനാ ചാഹിയെ. നിങ്ങൾക്ക് അവരുടെ മുകളിൽ എന്താണ്, ദയ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ എല്ലാത്തിൻ്റെയും രഹസ്യം നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ഓരോ ധർമ്മത്തിൻ്റെയും രഹസ്യം നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. बोलो तुम्हारे धर्म स्थापक फिर अपने समय पर आएंगे, समझाने वाला भी होशियार चाहिए. ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, അതായത് നിങ്ങളുടെ ധർമ്മത്തെ സ്ഥാപിക്കുന്നവർ അതാത് സമയത്താണ് വന്നു ചേരുക. മനസ്സിലാക്കി കൊടുക്കുന്നവർ കൂടി ബാബ പറയുകയാണ് വളരെ സമർത്ഥരായിരിക്കണം. അതായത് എല്ലാവർക്കും ആ കാര്യങ്ങൾ മനസ്സിലാകണം. ആദ്യത്തെ ധർമ്മം ഏതാണ്, പിന്നീട് ഓരോ യുഗങ്ങൾ കഴിയുമ്പോഴും ധർമ്മങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അതെല്ലാം ഏത് സമയത്താണ് വന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് ബാബ പറയുകയാണ് മനസ്സിലാക്കി കൊടുക്കുന്നവർ വളരെ സമർത്ഥരായിരിക്കണമെന്ന്. तुम समझ सकते हो कि हर एक को सदो प्रधान से सदो रजो तमो में आना ही है. നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും, അതായത് ഓരോരുത്തരും സദോ പ്രധാനത്തിൽ നിന്ന് സദോ രജോ തമോയിൽ വരുമെന്ന്. അഭി ഹെ രാവൺ രാജ്യ തുമാരി ഹിയെ സച്ചി ഗീത ജോ ബാബ് സുനാത്തെ ഹെ. ഇപ്പോൾ രാവണ രാജ്യമാകുന്നു, നിങ്ങളുടേത് സത്യഗീതയാകുന്നു, അത് സത്യമായിട്ടുള്ള ഭഗവാനാണ് കേൾപ്പിച്ചു തരുന്നത്. भगवान निराकार को ही कहा जाता है, ആത്മാ നിരാകാർ ഗോഡ് ഫാദർ കോ ബുലാത്തി ഹെ. ഭഗവാൻ എന്ന നിരാകാരനെയാണ് വിളിക്കുന്നത്. ആത്മാവ് ആ നിരാകാരനായിട്ടുള്ള ഈശ്വരീയ പിതാവിനെ വിളിക്കുന്നു. വഹാ തും ആത്മായം രഹത്തി ഹോ, തുംകോ പരമാത്മാ തോടെ ഹി കഹെങ്കെ. അവിടെ നിങ്ങൾ ആത്മാക്കൾ വസിക്കുന്നുണ്ട്, നിങ്ങളെ ഒരിക്കലും പരമാത്മാവ് എന്ന് വിളിക്കുകയില്ല. പരമാത്മാ തോ ഏക് ഹി ഹേ, ഊഞ്ച് തേ ഊഞ്ച് ഭഗവാൻ, ഫിർ സബ് ഹേ ആത്മായേ ബച്ചെ. പരമാത്മാവ് എന്ന് പറയുന്നത് ഉയർന്നതിലും വെച്ച് ഉയർന്ന ഭഗവാനാണ്, നിങ്ങൾ ആത്മാക്കൾ കുട്ടികളാണ്. സർവ് കാ സദ്ഗതി ദാദാ ഏക് ഹെ ഫിർ ദേവതായേ, ഉന്മേം ഭി നമ്പർ 1 ഹെ ശ്രീ കൃഷ്ണ, ക്യോങ്കി ആത്മാ ഓർ ശരീർ ദോനോം പവിത്ര ഹെ. സർവരുടെയും സദ്ഗതി ദാതാവാരാണ്, ബാബയാണ്, പിന്നീട് ദേവതകളും. ആ ദേവതകളിലും തന്നെ നമ്പർ 1 ആയിട്ടിരിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. കാരണം എന്താണ്, നമ്പർ 1 എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ ശരീരവും ആത്മാവും രണ്ടും പവിത്രമാണ്. അതുകൊണ്ട് തും ഹോ സംഗം യുഗി തുമാരാ ജീവൻ അമൂല്യ ഹേ, ദേവതാവും കാ നഹി ബ്രാഹ്മണവും കാ അമൂല്യ ജീവൻ ഹേ. നിങ്ങൾ സംഗമയുഗികളാകുന്നു, നിങ്ങളുടെ ജീവിതം അമൂല്യമാകുന്നു. ദേവതകളുടേതല്ല ജീവിതം അമൂല്യം. ബാബ പറയുകയാണ് ബ്രാഹ്മണരുടെ ജീവിതമാണ് അമൂല്യ ജീവിതം. അതായത് നിങ്ങൾ ബ്രാഹ്മണരാണ് ദേവതകളാക്കി, മനുഷ്യരെ ദേവതകളാക്കി മാറ്റാനുള്ള പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണരുടെ ജീവിതം അമൂല്യ ജീവിതമാണ്.
बाप तुमको बच्चा बनाए फिर तुम्हारे पर कितनी मेहनत करते हैं, ദേവതായും थोड़े ही इतनी मेहनत करेंगे. ബാബ നിങ്ങൾ കുട്ടികളെ ആക്കുന്നു, പിന്നീട് നിങ്ങളിൽ എത്രമാത്രം പരിശ്രമമാണ് ചെയ്യുന്നത്. ദേവതകൾക്ക് ഇത്രയും പരിശ്രമം ചെയ്യേണ്ടി വരുന്നില്ല. വഹ് പഠാനെ ലിയേ ബच्चों को स्कूल भेज देंगे, യഹാം ബാപ് ബൈഠ് തുംകോ പഠാത്തെ ഹൈ. ലോകത്തിലുള്ളവർ പഠിക്കാൻ വേണ്ടി കുട്ടികളെ എന്ത് ചെയ്യുന്നു, സ്കൂളിലേക്ക് അയക്കുന്നു. പക്ഷേ ഇവിടെ ബാബ ഇരുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വഹ് ബാപ് ടീച്ചർ ഗുരു തീനോം ഹെ. അവർ അച്ഛനാകുന്നു, ടീച്ചറാകുന്നു, ഗുരുവും കൂടിയാകുന്നു. 3 പേരും ഒരാളാകുന്നു. तो कितना रिगार्ड होना चाहिए. അതുകൊണ്ട് ബാബ പറഞ്ഞു തരികയാണ് എത്രമാത്രം ആദരവ് ഉണ്ടായിരിക്കണം. सर्विसेबल बच्चों को सर्विस का बहुत शौक होना चाहिए. बहुत थोड़े हैं जो अच्छे होशियार हैं तो सर्विस में लगे हुए हैं. സേവന സന്നദ്ധരായിട്ടുള്ള കുട്ടികൾക്ക് സേവനത്തിൽ വളരെ അഭിരുചി ഉണ്ടായിരിക്കണം. അപ്പോൾ ബാബ പറയുകയാണ് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, അതായത് നല്ല തരത്തിൽ സമർത്ഥരായിട്ടുള്ള കുട്ടികൾ, നല്ല രീതിയിൽ സേവനം ചെയ്യുന്ന കുട്ടികൾ. हैंड्स तो चाहिए ना, लड़ाई के मैदान में जाने के लिए जिनको सिखलाते हैं उनको नौकरी आदि सब छुड़ा देते हैं. എന്തായാലും ഹാൻഡ്സ്, കൈകൾ ആവശ്യമാണ്. യുദ്ധമൈതാനത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആർക്കെല്ലാമാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത്, യുദ്ധം ചെയ്യാനുള്ള മുറകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അവർക്ക് ജോലിയൊക്കെ ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നു. ഉനോം കെ പാസ് ലിസ്റ്റ് രഹത്തി ഹെ, फिर मिलिट्री को कोई रिफ्यूज़ कर न सके कि हम मैदान पर नहीं जाएंगे. അവരുടെ അടുത്ത് ആ ലിസ്റ്റ് ഉണ്ടാകുന്നു. പിന്നീട് ആർക്കും അത് റിഫ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നില്ല. അതായത് അവരുടെ അടുത്ത് ആ ലിസ്റ്റ് ഉണ്ടാകുന്നു. അതുകൊണ്ട് ആ മിലിറ്ററിയിലേക്ക് പോകാൻ വേണ്ടി ആർക്കും അത് വേണ്ട എന്ന് പറയാൻ സാധ്യമല്ല. ഡ്രിൽ സിഖ്ലാത്തെ ഹേം കി സരൂരത്ത് പർ ബുലാലെങ്കെ. അവർക്ക് ആ ഡ്രില്ലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതായത് അത്യാവശ്യമായിട്ടുള്ള സമയങ്ങൾ, എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ വരണമെന്ന് പറയുന്നു, അവരെ വിളിക്കുന്നു. റെഫ്യൂസ് കർണേ വാലെ പർ കേസ് ചലാത്തെ ഹേം. അത് വേണ്ട എന്ന് പറയുന്നവരുടെ മുകളിൽ കേസ് ഉണ്ടാകുന്നു. യഹാം തോ വഹ് ബാത് നഹി ഹെ. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. യഹാം ഫിർ ജോ അച്ചി രീതി സർവീസ് നഹി കർത്തേ ഹെ तो पद भ्रष्ट हो जाता है. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നല്ല രീതിയിൽ സേവനം ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ പദവിയാണ് ഭ്രഷ്ടമായി തീരുന്നത്. അല്ലാതെ കേസൊന്നും നടക്കുകയില്ല, സ്ഥൂല രൂപത്തിൽ കേസൊന്നും വരികയില്ല. പക്ഷേ ഭാവിയിലേക്കുള്ള പ്രാലബ്ധം അവിടെ, അതായത് ഉയർന്ന പദവി അവർ തന്നെ സ്വയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സർവീസ് നഹി കർത്തേ ഗോയ ആപേ ഹി അപ്നെ കോ ഷൂട്ട് കർത്തേ ഹെ. സേവനം ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുന്നു, സ്വയമിൻ്റെ ഭാഗ്യത്തെ അവർ ഇല്ലാതാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. പദ് ഭ്രഷ്ട് ഹോ ജാത്താ ഹെ, അപ്നി തക്ദീർ കോ ഷൂട്ട് കർ ദേത്തെ ഹെ. പദവി ഭ്രഷ്ടമാകുന്നു, സ്വയമിൻ്റെ ഭാഗ്യത്തെ അവരെന്ത് ചെയ്യുന്നു, ഇല്ലാതെയാക്കുന്നു. ഗോയ ആപേ ഹി അപ്നെ കോ ഷൂട്ട് കർത്തേ ഹെ, അച്ചി രീതി പഠേ യോഗമേ രഹേ തോ അച്ഛാ പദ് മിലെ. ബാബ പറയുകയാണ് നല്ല രീതിയിൽ പഠിക്കുകയും അതോടൊപ്പം തന്നെ യോഗത്തിൽ മുഴുകിയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ല പദവി കൂടി നമുക്ക് ലഭിക്കും. അപ്നെ പർ രഹം കർണാ ഹോത്താ ഹെ, അപ്നെ പർ കരേ തോ ദൂസരോം പർ ഭി കരേ. സ്വയമിൻ്റെ മുകളിൽ ദയ കാണിക്കണം. സ്വയമിൻ്റെ മുകളിൽ ദയ കാണിച്ചാൽ മാത്രമേ മറ്റുള്ളവരുടെ മുകളിൽ നമുക്ക് ദയ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. बाप हर प्रकार की समझानी देते रहते हैं. यह दुनिया का नाटक कैसे चलता है तो राजधानी की स्थापना होती है. ബാബ ഓരോ പ്രകാരത്തിലുള്ള അറിവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലെ ഈ നാടകം എങ്ങനെയാണ് നടക്കുന്നത്, രാജധാനി എങ്ങനെയാണ് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നത്. ഇൻ ബാത്തോം കോ ദുനിയാ നഹി ജാൻതി, അബ് നിമന്ത്രൺ തോ മിൽത്തേ ഹെ. ഈ കാര്യങ്ങളെയൊന്നും ലോകത്തിലുള്ളവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നമുക്കൊരു ക്ഷണം ലഭിക്കുകയാണ്. 5-10 മിനിറ്റ് में क्या समझा सकेंगे, 1-2 घंटे दे तो समझा भी सकेंगे. 5-10 മിനിറ്റ് കൊണ്ട് എന്ത് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക. 1-2 മണിക്കൂർ കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഡ്രാമ കോ തോ ബിൽക്കുൽ ജാൻതേ നഹി. ഡ്രാമയെ തീർത്തും അവർ മനസ്സിലാക്കുന്നില്ല. പോയിൻറ്റ്സ് അച്ചി ജഹാം തഹാം ലിഖ് ദേനി ചാഹിയെ. ബാബ പറയുകയാണ്, പോയിൻറ്റ്സ് നല്ല രീതിയിൽ ഓരോ സ്ഥലത്തും എഴുതി വയ്ക്കണം. പരന്തു ബച്ചേ ഭൂൽ ജാത്തേ ഹെ. പക്ഷെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ പോയിൻറ്റ്സൊക്കെ മറന്നു പോകുന്നു. ബാപ് ക്രിയേറ്റർ ബി ഹെ തും ബച്ചോം കോ ക്രിയേറ്റ് കർത്തേ ഹെ.
अपना बनाया है ഡയറക്ടർ ബൻ ഡയറക്ഷൻ भी देते हैं. ബാബ ആരാകുന്നു? രചയിതാവാകുന്നു. കുട്ടികളെ രചിക്കുകയാണ് ചെയ്യുന്നത്, സ്വയമിൻ്റേതാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ സംവിധായകനായിട്ട് മാറി എന്ത് ചെയ്യുന്നു? ഓരോ നിർദ്ദേശങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ശ്രീമദ് ദേത്തെ ഓർ ഫിർ ആക്ട് ബി കർത്തേ ഹെ. ശ്രീമതം നൽകുന്നു, പിന്നീട് ബാബ അഭിനയിക്കുന്നും കൂടിയുണ്ട്. ജ്ഞാൻ സുനാത്തെ ഹെ. ബാബ എന്തൊക്കെ ചെയ്യുന്നു? ബാബ ജ്ഞാനം കൂടി കേൾപ്പിച്ചു തരുന്നു. യഹ് ബി ഉൻകി ഊഞ്ച് ഊഞ്ച് ആക്ട് ഹേന. അതായത് ഈ ജ്ഞാനം കേൾപ്പിച്ചു തരിക എന്ന് പറയുന്നതും കൂടി അവരുടെ ഉയർന്നതിലും വെച്ചൊരു ഉയർന്ന ആക്റ്റാകുന്നു. ഡ്രാമ കെ ക്രിയേറ്റർ ഡയറക്ടർ ഓർ മുഖ്യ ആക്ടർ കോ ന ജാന തു ക്യാ ടഹര. അതുകൊണ്ട് ബാബ പറയുകയാണ്, ചോദിക്കുകയാണ്, അതായത് ഈ ഡ്രാമയുടെ മുഖ്യമായിട്ടുള്ള രചയിതാവിനെ, സംവിധായകനെ, പ്രധാന അഭിനേതാവിനെ അറിയുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതായത് ബാബ എന്തൊക്കെ ചെയ്യുന്നു? ബാബ രചിക്കുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നു, കുട്ടികളെ രചിക്കുന്നുണ്ട്, സംവിധായകനായിട്ട് മാറി നിർദ്ദേശം നൽകുന്നുണ്ട്, അതോടൊപ്പം തന്നെ ജ്ഞാനം നമുക്ക് കേൾപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ മുഖ്യ അഭിനേതാവായിട്ട് ബാബ മാറി പാർട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ ബാബ ചോദിക്കുന്നു, ഇത്തരത്തിലുള്ള ബാബയെ നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് ചെയ്യുന്നത്? अच्छा, मीठे मीठे सिकीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. धारणा के लिए मुख्य सार. ഒന്നാമത്തെ പോയിന്റ്, इस अमूल्य जीवन में पढ़ाने वाले टीचर का बहुत बहुत रिकॉर्ड रखना है. पढ़ाई में अच्छा होशियार बन सर्विस में लगना है. ഈ അമൂല്യ ജീവിതത്തിൽ പഠിപ്പിച്ചു തരുന്ന അധ്യാപകന് വലിയ വലിയ ആദരവ് വയ്ക്കണം. ഈ അമൂല്യ ജീവിതത്തിൽ പഠിപ്പിച്ചു തരുന്ന അധ്യാപകന് വലിയ ആദരവ് വയ്ക്കണം. പഠിപ്പിൽ നല്ല സമർത്ഥരായി മാറി സേവനത്തിൽ മുഴുകണം. പഠിപ്പിൽ നല്ല സമർത്ഥരായി മാറി സേവനത്തിൽ മുഴുകണം. अपने ऊपर आपे ही रहम करना है. സ്വയമിൻ്റെ മുകളിൽ സ്വയം തന്നെ ദയ കാണിക്കണം. സ്വയമിൻ്റെ മുകളിൽ സ്വയം തന്നെ ദയ കാണിക്കണം. രണ്ടാമത്തെ പോയിന്റ്, अपने आप को सुधारने के लिए सिविलाइज्ड बनना है. സ്വയമിനെ നല്ലതാക്കാൻ വേണ്ടി, ഉദ്ധരിക്കാൻ വേണ്ടി സിവിലൈസ്ഡ് ആയിട്ട് മാറണം, നല്ല സംസ്കാരമുള്ളവരായിട്ട് മാറണം. സ്വയമിനെ ഉദ്ധരിക്കാൻ വേണ്ടി നല്ല സംസ്കാരമുള്ളവരായി മാറണം. अपने ക്യാരക്ടർ സുധാരണേ. സ്വയമിൻ്റെ സ്വഭാവത്തെ മാറ്റിയെടുക്കണം. സ്വയമിനെ നല്ലതാക്കാൻ വേണ്ടി സിവിലൈസ്ഡ് ആയിട്ട് മാറണം. സ്വയമിൻ്റെ സ്വഭാവത്തെ മാറ്റിയെടുക്കണം. മനുഷ്യോം കോ ദേവത ബനാനെ കി സേവ കർണി ഹെ. മനുഷ്യരെ ദേവതകളാക്കി മാറ്റാനുള്ള സേവനം ചെയ്യണം. മനുഷ്യരെ ദേവതകളാക്കി മാറ്റാനുള്ള സേവനം ചെയ്യണം. ഇന്നത്തെ വരദാനം, रूहानी ड्रिल के अभ्यास द्वारा फाइनल पेपर में पास होने वाले सदा शक्तिशाली भव. ആത്മീയ ഡ്രില്ലിൻ്റെ അഭ്യാസത്തിലൂടെ അവസാന പേപ്പറിൽ പാസ്സാകുന്ന സദാ ശക്തിശാലിയായി ഭവിക്കട്ടെ. ആത്മീയ ഡ്രില്ലിൻ്റെ അഭ്യാസത്തിലൂടെ അവസാന പേപ്പറിൽ പാസ്സാകുന്ന സദാ ശക്തിശാലിയായി ഭവിക്കട്ടെ. विशदीकरण, जैसे वर्तमान समय के प्रमाण शरीर के लिए सर्व बीमारियों का इलाज एक्सरसाइज सिखाते हैं.
ഏതുപോലെ വർത്തമാന സമയത്തിൽ ശരീരത്തിന് വേണ്ടി, ഏത് സമയത്തിൽ വർത്തമാന സമയത്ത് ശരീരത്തിന് വേണ്ടി സർവ അസുഖങ്ങളുടെയും ചികിത്സയ്ക്കായി വ്യായാമങ്ങൾ പഠിപ്പിക്കുന്നു. ഏതുപോലെ വർത്തമാന സമയത്തിൽ ശരീരത്തിന് വേണ്ടി സർവ അസുഖങ്ങളുടെയും ചികിത്സയ്ക്കായിട്ട് വ്യായാമങ്ങൾ പഠിപ്പിക്കുന്നു. ऐसे आत्मा को सदा शक्तिशाली बनाने के लिए रूहानी एक्सरसाइज का अभ्यास चाहिए. അതേപോലെ ആത്മാവിനെ സദാ ശക്തിശാലിയാക്കി മാറ്റാൻ വേണ്ടി, അതേപോലെ ആത്മാവിനെ സദാ ശക്തിശാലിയാക്കി മാറ്റാൻ വേണ്ടി ആത്മീയ വ്യായാമത്തിൻ്റെ അഭ്യാസം വേണം. അതേപോലെ ആത്മാവിനെ സദാ ശക്തിശാലിയാക്കാൻ വേണ്ടി ആത്മീയ വ്യായാമത്തിൻ്റെ അഭ്യാസം വേണം. चारों ओर कितना भी हलचल का वातावरण हो, लेकिन आवास में रहते आवास से परे स्थिति का अभ्यास करो. നാലു ഭാഗത്തും ഏത് തരത്തിലുള്ള കോലാഹലത്തിൻ്റെ വാതാവരണം ഉണ്ടായിക്കോട്ടെ, നാലു ഭാഗത്തും ഏത് തരത്തിലുള്ള കോലാഹലത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായിക്കോട്ടെ, പക്ഷേ ശബ്ദത്തിലിരുന്നു കൊണ്ട് ശബ്ദത്തിൽ നിന്ന് ഭിന്നമാകാനുള്ള സ്ഥിതിയുടെ അഭ്യാസം ചെയ്യും. പക്ഷേ ശബ്ദത്തിൽ ഇരുന്നു കൊണ്ട് ശബ്ദത്തിൽ നിന്നും ഭിന്നമാകാനുള്ള സ്ഥിതിയുടെ അഭ്യാസം ചെയ്യും. मन को जहाँ और जितना समय स्थित करना चाहो उतना समय वहाँ स्थित कर लो, तब शक्तिशाली बन फाइनल पेपर में पास हो सकेंगे. മനസ്സിനെ എവിടെ എത്ര സമയം സ്ഥിതമാക്കാൻ ആഗ്രഹിക്കുന്നു, മനസ്സിനെ എവിടെ എത്ര സമയം സ്ഥിതമാക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും സമയം അവിടെ സ്ഥിതി ചെയ്യിപ്പിക്കും, അത്രയും സമയം അവിടെ സ്ഥിതി ചെയ്യിപ്പിക്കും. മനസ്സിനെ എവിടെ എത്ര സമയം സ്ഥിതമാക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും സമയം അവിടെ സ്ഥിതി ചെയ്യിപ്പിക്കും. തബ് ശക്തിശാലി ബൻ ഫൈനൽ പേപ്പർ में पास हो सकेंगे. അപ്പോഴാണ് ശക്തിശാലിയായി മാറി അവസാന പേപ്പറിൽ പാസ്സാകാൻ സാധിക്കുക. അപ്പോഴാണ് ശക്തിശാലിയായി മാറി അവസാന പേപ്പറിൽ പാസ്സാകാൻ സാധിക്കുക. ഇപ്പോൾ ബാബ പറയുകയാണ്, ഇതുപ്രകാരം വർത്തമാന സമയത്ത് ശരീരത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, ശരീരത്തിന് വേണ്ടിയിട്ട് ധാരാളം വ്യായാമങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതേപോലെ തന്നെ മനസ്സിനെ ശക്തിശാലിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആത്മീയമായിട്ടുള്ള വ്യായാമം നമ്മൾ ചെയ്യണം. അപ്പോൾ ഏത് സമയം മനസ്സിനെ എവിടെ സ്ഥിതമാക്കാൻ ആഗ്രഹിക്കുന്നോ അവിടെ നമുക്ക് സ്ഥിതമാക്കാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ഏത് തരത്തിലുള്ള അന്തരീക്ഷം ഉണ്ടായിക്കോട്ടെ, ഏത് തരത്തിലുള്ള കോലാഹലങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ശബ്ദത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ശബ്ദത്തിൽ നിന്ന് ഉപരിയാകുന്ന സ്ഥിതിയിൽ നമ്മൾ സ്ഥിതി ചെയ്യണം. അപ്പോൾ ഇതാണ് അവസാന പേപ്പറിൽ നമ്മൾ ശക്തിശാലിയായി മാറാനുള്ള അഥവാ പാസ്സാകാനുള്ള ഒരു മാർഗം കൂടി ആയി മാറുന്നത്. स्लोगन: अपने विकारी स्वभाव संस्कार व कर्म को समर्पण कर देना ही समर्पित होना है. അപ്പോൾ സമർപ്പിതമാകുക എന്നതിൻ്റെ അർത്ഥം ബാബ പറഞ്ഞു തരികയാണ്. അതായത് സ്വയമിൻ്റെ വികാരി സ്വഭാവ സംസ്കാരങ്ങൾ അഥവാ കർമ്മത്തെ സമർപ്പണം ചെയ്യുക തന്നെയാണ് സമർപ്പിതമാകുക എന്നത്. സ്വയമിൻ്റെ വികാരി സ്വഭാവ സംസ്കാരങ്ങൾ അഥവാ കർമ്മത്തെ
സമർപ്പണം ചെയ്യുക എന്നത് തന്നെയാണ് സമർപ്പിതമാകുക എന്നത്. अव्यक्त इशारे. अब लगन की अग्नि को प्रज्वलित कर योग को ज्वालारूप बनाओ. ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിപ്പിച്ച് യോഗത്തെ ജ്വാലാരൂപമാക്കി മാറ്റുക. ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിപ്പിച്ച് യോഗത്തെ ജ്വാലാരൂപമാക്കി മാറ്റുക. जब तक आपकी याद ज्वालारूप नहीं बनी है तब तक यह विनाश की ज्वाला भी संपूर्ण ज्वालारूप नहीं लेती है. ഏതുവരേക്കും താങ്കളുടെ ഓർമ്മ ജ്വാലാരൂപമായി മാറുന്നില്ല, അതുവരേക്കും വിനാശത്തിൻ്റെ ജ്വാല സമ്പൂർണ്ണ ജ്വാലാരൂപമായി മാറുന്നില്ല. അതുവരേക്കും വിനാശത്തിൻ്റെ ജ്വാല സമ്പൂർണ്ണ ജ്വാലാരൂപത്തെ പ്രാപിക്കുന്നില്ല. ഇപ്പോൾ പ്രധാനമായിട്ടും ഓർമ്മ എന്ത് ചെയ്യണം? ജ്വാലാരൂപമാക്കണം. യഹ് ഭടക്തി ഹെ ഫിർ ശീതൽ ഹോ ജാത്തി ഹെ. ഇത് അലയുന്നു, പിന്നീട് ശീതളമായി പോകുന്നു. ഇത് അലയുന്നു, പിന്നീട് ശീതളമായി പോകുന്നു. क्योंकि ज्वाला मूर्त और प्रेरक आधार मूर्त आत्माएं अभी स्वयं ही सदा ज्वालारूप नहीं बनी है. കാരണം ജ്വാലാമൂർത്തികളും പ്രേരകത്തിന് ആധാരമൂർത്തികളായിട്ടുള്ള ആത്മാക്കളും കാരണം ജ്വാലാമൂർത്തികൾ പിന്നീട് പ്രേരക ആധാരമൂർത്തികളായിട്ടുള്ള ആത്മാക്കളും സ്വയം തന്നെ സദാ ജ്വാലാരൂപമായി മാറിയിട്ടില്ല. अब ज्वाला रूप बनने का दृढ़ संकल्प लो और संगठित रूप में मन बुद्धि की एकाग्रता द्वारा पावरफुल योग के वाइब्रेशन चारों ओर फैलावो. ഇപ്പോൾ ജ്വാലാരൂപമായി മാറാനുള്ള ദൃഢസങ്കല്പം എടുക്കൂ. അതിനുശേഷം സംഘടിത രൂപത്തിൽ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രതയിലൂടെ ശക്തിശാലി യോഗത്തിൻ്റെ തരംഗങ്ങൾ വൈബ്രേഷൻ 4 ഭാഗത്തേക്കും വ്യാപിപ്പിക്കും. അതിനുശേഷം സംഘടിത രൂപത്തിൽ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഏകാഗ്രതയെ പവർഫുൾ യോഗത്തിലൂടെ അതിൻ്റെ വൈബ്രേഷൻ 4 ഭാഗത്തേക്കും വ്യാപിപ്പിക്കും. ഓം ശാന്തി. അപ്പോൾ ബാബ തന്നിരിക്കുന്നത് എന്താണ്? അതായത് ബാബ വന്നിരിക്കുന്ന ഇപ്പോൾ പഴയ ഭക്തർക്ക് ഭക്തിയുടെ ഫലം നൽകാൻ വേണ്ടിയിട്ട്. ഭക്തിയുടെ ഫലം എന്താകുന്നു? ജ്ഞാനമാകുന്നു. ആ ജ്ഞാനത്തെ ശരിയായ രീതിയിൽ നമ്മൾ ധാരണ ചെയ്തതിന് ശേഷം നമുക്ക് എന്തുണ്ടാകുന്നു? സദ്ഗതി കൂടി ലഭിക്കുന്നു. ഗതി സദ്ഗതിയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ബാബ സ്വയമിൻ്റെ ഭാഗ്യത്തെ ചില കുട്ടികൾ മുന്നോട്ട് പോവുകയെ സ്വയം തന്നെ ഇല്ലാതെയാക്കുന്നു. അതെങ്ങനെയെന്ന് ബാബ ചോദിച്ചു. അപ്പോൾ സേവനത്തിലേർപ്പെടാത്ത കുട്ടികൾ, അതായത് സേവന സന്നദ്ധരായി മാറാത്ത കുട്ടികൾ, അതുപോലെ തന്നെ സ്വയമിൻ്റെ മുകളിൽ മറ്റുള്ളവരുടെ മുകളിൽ ദയ കാണിക്കാത്ത കുട്ടികളാണ് സ്വയം തന്നെ തൻ്റെ ഭാഗ്യത്തെ ഇല്ലാതെയാക്കി മാറ്റുന്നത്. അതിനുള്ള വിധി ബാബ പറഞ്ഞു തന്നു. അതായത് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ
അതോടൊപ്പം തന്നെ യോഗത്തിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ പദവി ഉന്നതമാകും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ പദവി കൂടി ഭ്രഷ്ടമായി തീരും. അതുകൊണ്ട് സേവനത്തിൽ മുഴുകിയിരിക്കുന്ന കുട്ടികൾ സേവനം ചെയ്യാൻ വേണ്ടി വളരെ നല്ല അഭിരുചി കൂടി ഉണ്ടായിരിക്കണം. അച്ഛാ, ഓം ശാന്തി. सुख पाए तेरी बातों में दिल खो जाए, छोड़ के दुनियावी बातों को तेरे ही गुण गाए, तेरी यादों में मन सुख पाए तेरी बातों में दिल खो जाए। क्लेह क्लेश मिटे जीवन के, पाप दग्ध हो जाए, कर्मों के बंधन को काटे बंधन मुक्त बनाए, स्नेह भरी डोरी से खींचे पास तेरे पहुँचाए, तेरी यादों में मन सुख पाए तेरी बातों में दिल खो जाए। प्रेम दया का सागर तू, अंत न जिसका कोई, तेरे मिलन के सुख का अनुभव और न दूजा कोई, इस मिलन सिंधु में डूब के मनवा अति आनंद सुख पाए, तेरी यादों में मन सुख पाए तेरी बातों में दिल खो जाए, छोड़ के दुनिया